ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ ബോക്സുകളുണ്ട്. ഈ ബോക്സ് നിർമ്മിച്ച കമ്പനി, ഈ മൈക്രോഫോൺ നിർമ്മിച്ച കമ്പനി പറയും ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീനുണ്ട്, റെഫ്രിജറേറ്ററുകളുണ്ട്, പല ഉപകരണങ്ങളുമുണ്ട്. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് അതുണ്ടാക്കിയ കമ്പനിയാണ് പറയുക. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി അതിൻ്റെ നമുക്ക് അത് വാങ്ങുമ്പോൾ കിട്ടുന്ന വാറണ്ടി പേപ്പറുകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പലരും അത് വായിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. നമുക്കത് അറിയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പോകും. അതിന് വിപരീതമായി ഉപയോഗിച്ചാൽ അവർ പറയും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, ഇതിനെങ്ങനെ പിന്നെ വാറണ്ടി കിട്ടും. ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ പറയും ഇതിന് നിർമ്മാണത്തിൽ സംഭവിക്കുന്ന വല്ല പിഴവുകളാണെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി തരും. ഇനി എറിഞ്ഞ് പൊട്ടിച്ചതോ ബോധപൂർവം അതിനെ കേടാക്കിയതാണെങ്കിൽ നമുക്ക് മാറ്റിത്തരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നത് നിർമ്മിച്ച കമ്പനിയാണ് പറയുക. നമ്മെ ഉണ്ടാക്കിയ, നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ ക്ലിയറാണ്. ഞാൻ പതുക്കെയാണ് പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ് പറയേണ്ടത് നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിച്ചുകൂടാ, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് കാണണം, എന്ത് കാണരുത്, ഏത് കേൾക്കണം, ഏത് കേൾക്കരുത്, എല്ലാം ഒരു പൊതുവായുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. തേറ്റയുള്ള മൃഗങ്ങളൊക്കെ അടിക്കരുത്, കാലിൽ ഇറുക്കി പിടിച്ച് കൊത്തിവലിക്കുന്ന കാക്ക പോലെ, പരുന്ത് പോലെ, കഴുകനെ പോലെയുള്ള പക്ഷികളെ തിന്നരുത്, പട്ടിയെ പന്നിയെ നിങ്ങൾ ഭക്ഷിക്കരുത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കടലിലെ ജീവികളെ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഏതാണ് ഹലാല് ഏതാണ് ഹറാമ് നമുക്കവിടെ വേർതിരിയും. അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ആളുകൾ, അമേരിക്കയിലെ ഒരു കൂട്ടം ഡോക്ടർമാർ ലോകത്തോട് പറയുന്നത് പന്നിമാംസം കഴിക്കുന്നതിലൂടെ 60 തരം പകർച്ച രോഗങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 60 തരം, ഒന്നല്ല 10 അല്ല, 60-ലധികം രോഗങ്ങൾ അതിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു മുസ്ലിമത്തായ ആണ് പെണ്ണ് അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജീവിതത്തിൽ പാലിച്ചു വരുന്നവരാണ്. കാരണം അതിന് പിഴവ് സംഭവിക്കൂല. നമ്മുടെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ് നമ്മളോട് പറയുന്നത് ഇതായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ നിലപാടുകൾ. അത് പിന്നെ എങ്ങനെ തെറ്റും? കാരണം എല്ലാം അറിയുന്ന റബ്ബാണ്. ഉറക്കമോ ക്ഷീണമോ മയക്കമോ തളർച്ചയോ ഇല്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം. ക്ഷീണമുണ്ടോ അല്ലാഹ്ക്ക്? ഇല്ല. തളർച്ച ഉണ്ടോ അല്ലാഹ്ക്ക്? പാസ്റ്റ് ഉണ്ടോ റബ്ബിന്? പ്രസന്റ് ഉണ്ടോ അല്ലാഹ്ക്ക്? ഫ്യൂച്ചർ ഉണ്ടോ? അതൊന്നുമില്ല അല്ലാഹ്ക്ക്. അല്ലാഹ്ക്ക് എല്ലാം കണക്കാണ്. കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും അതൊക്കെ നമുക്കാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് പേനയാണ്. റബ്ബ് ആദ്യമായി ഉണ്ടാക്കിയത് പേന. എന്നിട്ട് ആ പേനയോട് പറഞ്ഞു നീ എല്ലാം എഴുതിക്കോന്ന്. പെണ്ണെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ ഷിഹാബിന്റെ റെക്കോർഡുണ്ട്. ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്നത് ആ റെക്കോർഡിലുണ്ട്. എൻ്റെ ജീവിത അവസാനം എങ്ങനെ ആ റെക്കോർഡിലുണ്ട്. എന്നാ പിന്നെ പരിശ്രമിച്ചിട്ട് എന്താ കാര്യം? പണിയെടുത്തിട്ട് എന്താ കാര്യം? അല്ലാഹ് എല്ലാം ആദ്യം തന്നെ എഴുതി വെച്ചിട്ടില്ലേ? അത് നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ്, കേവലം നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാലമേ ഇല്ല. എല്ലാം അറിയും മുൻകൂട്ടി. നമുക്ക് ഫ്രീഡം തന്നിരിക്കുകയാണ് അല്ലാഹ്. വഹദൈനാഹു നജ്ദൈൻ. 2 മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്ന് പൊന്തി നിൽക്കുകയാണ്. 2 മാർഗം. ഇഷ്ടമുള്ള മാർഗം സ്വീകരിക്കാം. 2 മാർഗവും തെളിഞ്ഞ് ഉയർന്ന് പൊന്തി നിൽക്കുകയാണ്. കാണാതെ പോവില്ല എന്നർത്ഥം. ഉയർന്ന് പൊന്തി നിൽക്കുന്നു. ഇത്രയും വലിപ്പത്തിൽ ഒരു കൂമ്പാരമായിട്ട് നീ കണ്ടില്ലേ എന്ന് നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കും. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു സാമഗ്രി ഇവിടെ വെച്ചിട്ട് നീ കണ്ടിട്ടില്ലേ?
ഉയർന്ന് മല പോലെ പൊന്തി നിൽക്കുന്ന 2 വഴികളെ നിന്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ, കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറയാൻ, മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് പറയാൻ, നാളെ പടച്ചവന്റെ നീതിപൂർവമായ കോടതിയിൽ നിനക്ക് ചാൻസ് ഇല്ല എന്ന് പറയാനാണ് അല്ലാഹ് വഹദൈനാഹു നജ്ദൈൻ എന്ന് പ്രയോഗിച്ചത്. അറിയില്ലായിരുന്നു എന്ന് അതിൽ കുറെ ഗവേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹിനെ മനസ്സിലാക്കാൻ, അള്ളാഹിന്റെ വഹദാനികത്തെ മനസ്സിലാക്കാൻ കുറെ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ ബുദ്ധി മതി. കാരണം ഈ സംവിധാനങ്ങൾ മുഴുവനും നമ്മെ നോക്കി പറയുന്നുണ്ട്. ഏതൊരു അത്ഭുതം കാണുമ്പോഴും വിശ്വാസിയുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് അറിയാതെ പുറത്തു വരുന്ന ഒരു വാചകമുണ്ട്. അതിന്റെ അറബി ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല റബ്ബേ, നീ അത്ഭുതമാണ് റബ്ബേ നിന്നിലേക്ക് അടുക്കാൻ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്. ഇവിടെ സയൻസ് പഠിച്ച ഒരേ ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. ഓരോ പരീക്ഷണങ്ങളിലും നിങ്ങൾ അത് വിജയം കാണുമ്പോൾ ആ അത്ഭുതത്തിൽ ഞാൻ ഈ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് ആഹ്ലാദിക്കുന്നതിന് മുമ്പ് എന്റെ റബ്ബ് എന്തൊരു അത്ഭുതമാണ് ഈ ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് വിശ്വാസിനിയായ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് വരും. അപ്പൊ ഈ മാർഗം എന്നത്, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഈ മാർഗം എന്നത് തെളിഞ്ഞു നിൽക്കുന്ന മാർഗമാണ്, വിശദീകരിച്ചു പോകാൻ സമയമല്ല. എന്നിട്ടും എന്താണ് ആളുകൾക്ക് ഇത് മനസ്സിലാവാതെ പോകുന്നത്? ഈമാൻ എന്ന പദത്തിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പദമുണ്ട്. അതിന്റെ ഉത്ഭവ പദം, അതിന്റെ പ്രഭവ കേന്ദ്രം അത് അമ്നാണ്. അമ്ന്, നിർഭയത്വം. നമ്മളെ കുട്ടികൾക്ക് പേരിടാറുണ്ട് അമ്ന, പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട്. എന്താണ്? നിർഭയത്വമുള്ളവൾ എന്നാ. നിർഭയത്വം, ഒരു പേടിയില്ല. ഇന്ന് മരിച്ചാൽ ഇതുവരെയുള്ള അമലുകൾ കറക്റ്റാണോ, വിശ്വാസം റെഡിയാണോ, അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നമ്മൾ മരണപ്പെട്ടാൽ നമുക്കൊരു നിർഭയത്വത്തോടുകൂടി ആ പ്രത്യേക ലോകത്തിലേക്ക് യാത്ര പോകാം. ചൂരൽമലയിലും മുണ്ടക്കയിലും 1.5 മണിക്കൂർ സൗണ്ട് കേട്ട് കുറെ ആളുകൾ, ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇന്നുവരെ ആന വന്നിട്ടില്ല, പരിസരത്തൊക്കെ വരാറുണ്ട്, പക്ഷെ ഞങ്ങളുടെ മുറ്റത്ത് വന്നിട്ടില്ലായിരുന്നു. അന്ന് വന്നു. 1:30-ക്ക് ആനക്കൂട്ടം വന്ന് വീടിന്റെ മുറ്റത്ത് ബഹളമുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഉണർന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ചില ആളുകൾ പത്രക്കാരോട് പറഞ്ഞത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. അതൊക്കെ അള്ളാഹ് വെക്കുന്ന ഒരു നിമിത്തമാണ്. അവരെ അപകടത്തിൽപ്പെടുത്താൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. ആ പരീക്ഷണത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ചില സൂചനകൾ കൊടുത്ത് പൊയ്ക്കോന്ന്. എന്റെ ആന അവിടേക്ക് അന്ന് വന്നത് ആനകളോട്, മൃഗങ്ങളോട്, ജീവികളോട് അള്ളാഹ് പറയാണ് പൊയ്ക്കോളൂന്ന്. അവരാരും ആക്രമിക്കാൻ വന്നതല്ല. ഒരു വീടും അവരാരും കുത്തിപ്പൊളിച്ചില്ല. പിന്നെ വീട്ടുമുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറമ്പിലൂടെ ശബ്ദമുണ്ടാക്കി അവർ ഓടി. അവരെ അകറ്റുകയാണ് അള്ളാഹ് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ 2 കാലുള്ള മനുഷ്യരെയാണ്. എന്താ കാരണം? മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജനിതക കോഡിൽ രേഖപ്പെടുത്തിയത് മാത്രം അനുസരിച്ച് പോകാനേ പറ്റുള്ളൂ. നമ്മളാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കോഴിമുട്ടേൻ്റെ ഉള്ളിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വന്നു. തള്ളക്കോഴി അടയിരുന്ന് കുഞ്ഞ് പുറത്തു വന്നു. അന്ന് തന്നെ പുറത്തേക്ക് വിട്ടാൽ ചിക്കിച്ചെനകി ആ തള്ളക്കോഴി കൊടുക്കുന്ന ചില തീറ്റകൾ പൊറുക്കിയെടുക്കാൻ ഇങ്ങനെ അമ്മയുടെ ചുറ്റുമോടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കാണും. പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാക്കി തള്ളക്കോഴി. അപ്പൊ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചിറകിനുള്ളിലേക്ക്, ആ ചപ്പിനുള്ളിലേക്ക്, കല്ലിന്റെ മറവിലേക്ക്, ഇലയുടെ അടിയിലേക്ക് ഒളിച്ചിരിക്കും. ഈ സൗണ്ട് ഒരു റെഡ് സിഗ്നലാണ്, ഒരു അപകട സൂചനയാണ് എന്ന് ഇന്നലെ വരെ കോഴിമുട്ടയുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞിന് ആരാ പറഞ്ഞു കൊടുത്ത്? ആരാ കോച്ചിങ് കൊടുത്തത്? കുറച്ചു സമയം നിശബ്ദമായി. കാക്ക പറന്നു, പരുന്ത് പോയി, കടികൻ പോയി. തള്ളക്കോഴി ഇങ്ങനെ തല റൗണ്ട് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കും, എവിടെയെങ്കിലും വല്ല അനക്കമുണ്ടോന്ന്. ഇല്ലാന്ന് കണ്ടാൽ വേറൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ കാണാൻ ഒളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇത് ഗ്രീൻ സിഗ്നലാണ് എന്ന് ആരാ പ്രാക്ടീസ് കൊടുത്തത്? ഞാൻ ഏറ്റവും സിമ്പിളായ ഉദാഹരണം പറഞ്ഞതാ. ആരാ പ്രാക്ടീസ് കൊടുത്തത്? ഒരു പശുവിനെ പ്രസവിച്ചു വെള്ളത്തിലേക്ക് വീണു. ആ കുഞ്ഞ് നീന്തി പുറത്തേക്കും കൊണ്ട് വരും. ആരാ അതിന് നീന്താൻ പഠിപ്പിച്ചത്? നമ്മുടെ കുഞ്ഞിനെ വെള്ളത്തിലിട്ടാലോ വെള്ളം കുടിച്ച് മരിച്ചു പോകും. നമ്മൾ പഠിക്കണം. മൃഗങ്ങൾ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അവർ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അവിടെ ജനിതക കോഡിൽ ഇങ്ങനെ ആ വളർച്ചയുടെ ഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ അവർക്കത് പ്രകൃതിയിൽ നിന്ന്, അമ്മയിൽ നിന്ന് കിട്ടും. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അവിടെ മനുഷ്യരോടാണ് അല്ലാഹ് ഈ സംസാരങ്ങൾ മുഴുവനും നടത്തുന്നത്. ഈ ഭൂമിയിൽ എവിടെ പ്രശ്നമുണ്ടോ, കരയിൽ എവിടെ പ്രശ്നമുണ്ടോ, കടലിൽ എവിടെ പ്രശ്നമുണ്ടോ, എല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്.
ഒരു കാട്ടാനയും വിതച്ചതല്ല, ഒരു കടുവയും പുലിയും സിംഹത്തിന്റെയും ഇടപെടലല്ല, ഒരു കാണ്ടാമൃഗത്തിന്റെയും ഇടപെടലല്ല. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണെന്ന് ഖുർആൻ. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായോ ഒക്കെ മനുഷ്യനെ പരീക്ഷിക്കാനാണ്, മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന പരീക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞത് മുണ്ടക്കയിലും ചൂരൽമലയിലും അന്ന് രാത്രി ഉറങ്ങുമ്പോ അവർ വിചാരിച്ചിട്ടുണ്ടാകുമോ, ചിന്തയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മൈന്യൂട്ട് ചിന്തയെങ്കിലും, ഇന്ന് രാത്രി ഈ വീട് തകർന്ന്, ഈ കെട്ടിടം പൊളിഞ്ഞു വീണ്, പാറക്കല്ലുകൾ ഒലിച്ചു വന്ന് നമ്മയും കൊണ്ട് ചളിയും മണ്ണും കല്ലും ഉരുണ്ടുപോയി 80 കിലോമീറ്റർ അപ്പുറത്ത് റോഡ് വഴി വരികയാണെങ്കിൽ കിടക്കുന്ന ചാലിയാറിന്റെ പ്രത്യേക സ്ഥലമാകുന്ന മുണ്ടേരിയിലും പോത്തുകല്ലിലും ചെന്ന് മരിച്ചു കിടക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവർ. ഉണ്ടാവോ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അതിന്റെ കറക്റ്റ് ഇങ്ങനെ അർത്ഥം മനസ്സിലായി ആ വയനാട്ടിലത്തെ മനുഷ്യന്മാർക്കൊക്കെ. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. മനുഷ്യ, നീ നാളെ എവിടെ വെച്ചിട്ടാണ്, ഏത് മണ്ണിലാണ് നിന്റെ മരണം അറിയില്ല. എടക്കരന്റെ പരിസരമാണ് ഈ പോത്തുകല്ല് മുണ്ടേരിയൊക്കെ, എൻ്റെ നാടിൻ്റെ അടുത്താ. അവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട് മുണ്ടക്കൈയിലേക്ക്, ചൂരൽമലയിലേക്ക് റോഡ് വഴി പോവുകയാണെങ്കിൽ. ചാലിയാറിന്റെ വെള്ളത്തിലൂടെ കയറി പോവുകയാണെങ്കിൽ, ആ നദി കയറി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം 20-30 കിലോമീറ്റർ ഇടയിലുണ്ട്. അവിടുന്നാണ് മനുഷ്യരുടെ 270-ലധികം മൃതദേഹങ്ങൾ പൂർണ്ണമായും ഭാഗികമായിട്ടും കിട്ടുന്നത്. എന്നിട്ട് മനുഷ്യന്റെ മനസ്സ് മാറിയോ? വെള്ളം കയറാത്ത വീട്ടിൽ നിന്ന് ഭീതി കൊണ്ട്, പേടി കൊണ്ട്, ഭീതി കൊണ്ട്, ഭയപ്പാട് കൊണ്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞു നിങ്ങളൊന്ന് മാറി താമസിച്ചോന്ന്. അത് കഴിഞ്ഞ് 2-3 ദിവസത്തെ ക്യാമ്പിൽ നിന്ന് സമാധാനം കിട്ടിയപ്പോൾ ഒന്ന് വീട് വരെ പോയി നോക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോ വീട് കുത്തി തുറന്ന് പലതും കൊണ്ടുപോയിട്ടുണ്ട്, വെള്ളം കയറാത്ത വീട്ടിൽ നിന്ന്. രക്ഷാപ്രവർത്തനത്തിന് വന്നവരുടെ കൂട്ടത്തിൽ കള്ളനാണയങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും മനുഷ്യന്മാരുടെ മരണം, അവരുടെ മയ്യത്ത്, അതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മനുഷ്യന്മാർ എല്ലാം കണ്ടിട്ടും കള്ളന്മാരുടെ മനസ്സും ക്രൂരതയുടെ മനസ്സും പാകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നതിന്റെ തെളിവാണ്. മനുഷ്യൻ വല്ലാത്തൊരു പ്രത്യേക വിഭാഗമാണ്. അതാ നന്നായാൽ മലായിക്കത്തുകളെക്കാൾ ഉയരുന്നു പറഞ്ഞ്, മോശമായാൽ നാക്കാലികളെക്കാൾ മോശമാവും. ഒരു പോത്തും ഇന്ന് വരെ മറ്റൊരു പോത്തിനെ, ഒരു എരുമയെ, ഒരു ആടിനെ, ഒരു പശുവിനെ ആക്രമിക്കാൻ ഒരു സ്ഥലത്ത് പതിയിരിക്കാറില്ല. മനുഷ്യൻ പതിയിരിക്കും. ഒരു മൃഗവും പക വീട്ടാൻ കാത്തിരിക്കാറില്ല. പക്ഷേ മനുഷ്യൻ കാത്തിരിക്കും. അത് വേറെ ചിന്തകളാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാ ഇത് പറഞ്ഞത്? ഇതൊക്കെ മാറി മനുഷ്യൻ മനുഷ്യനാവണം, മൃഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാണ് അവന് ഇൽമ്, അറിവ്, വിജ്ഞാനം അവൻ കരഗതമാക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ചില ആളുകൾക്ക് കൽബുണ്ട്. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കൽബുണ്ട്. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഈ നെഞ്ചിടത്തിനടിയിൽ അള്ളാഹു ഒരു കൽബ് തന്നിട്ടുണ്ട്. ആ കൽബ് ലാ യഫ്ഖഹൂന ബിഹാ ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ. പക്ഷെ എല്ലാ കൽബുള്ള ആളുകളും, എല്ലാ ഹൃദയമുള്ള ആളുകളും ചിന്തിക്കുന്നില്ല. ബലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. ഈ ഓഡിറ്റോറിയത്തിൽ വന്ന നമ്മളെ ഇന്നിവിടെ ചില കാര്യങ്ങൾ കേൾക്കുകയാണ്. ലോകത്തെല്ലാവരും ഇത് കേൾക്കോ? അവസരം കിട്ടിയാൽ പോവോ? അവസരം കിട്ടിയാൽ ആലോചിക്കോ? ഒരാത്മവിചിന്തനത്തിന് തയ്യാറാവോ? ഞാൻ എന്നെക്കുറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ യാത്ര സ്വർഗീയ പൂങ്കാവനത്തിലേക്കാകുമോ, അല്ല ദുർഘടകരമായ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് ആളിക്കത്തുന്ന നെടുവീർപ്പുകൾ മാത്രം കേൾക്കുന്ന, വാവിട്ട് കരയുന്ന ആർപ്പ് വിളികൾ മാത്രം കേൾക്കുന്ന, കരഞ്ഞു വാവിട്ട് വെള്ളം ചോദിക്കുമ്പോ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും നീരും ചലവും കൊടുക്കുന്ന, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്കാണോ എന്റെ യാത്ര? ഒന്ന് ആത്മപരിശോധനയ്ക്ക് തയ്യാറായാൽ, കുശുമ്പ് കാണിക്കാൻ, കുറുമ്പ് കാണിക്കാൻ, വാശി പിടിച്ചു നിൽക്കാൻ, എന്റെ വിശ്വാസരംഗങ്ങളിൽ സംഭവിച്ച പോരായ്മകളെ തിരുത്തി മുന്നോട്ട് പോകാൻ വടിച്ചു നിൽക്കുമോ? ഈ പറയപ്പെട്ട വികൃതികൾ, കുശുമ്പും കുറുമ്പുമായ വൃത്തികെട്ട സ്വഭാവത്തിൽ, പരദൂഷണത്തിന്റെയും ഏഷണിയുടെയും സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ഒരു പരിശോധന നമ്മളൊക്കെ നടത്തണം.
ആ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ആ പരിശോധനയ്ക്കുള്ള ഒരു ആഹ്വാനം, പരിശോധനയ്ക്കുള്ള ഒരു ചിന്ത ഉണ്ടാകാൻ, നമ്മുടെ മനോഗതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സൂചനകൾ തരാനുള്ള സമയമുള്ളൂ. അത് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പൊ ഖൽബുണ്ട്, ചിന്തിക്കണില്ല, ചെവിയുണ്ട്, കേൾക്കണില്ല. വലഹും അയ്യുനുൻ, കണ്ണുണ്ട്, അവർക്ക് കാഴ്ച ശക്തിയുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുന്നില്ല. ഉലൈക കൽഅൻആം, അവർ നാക്കാലികളെ പോലെയാണ്. നാക്കാലികൾക്ക് മോശാവും, അവർ നാക്കാലികളെ പോലെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹ് അവിടെ നിർത്തിയില്ല. ബൽ ഹും അളൽ, നാക്കാലികളെക്കാൾ പിഴച്ചവരാണ്. ഒരു നാക്കാലികളെ പോലെ എന്ന് പറഞ്ഞാൽ ഈ പശുവിന്, എരുമക്കും, പോത്തിനും, ആടിനൊക്കെ മോശമാണ്. അതുകൊണ്ട് പറഞ്ഞു അള്ളാഹ് അവരെക്കാൾ പിഴച്ചവരാണ്, മോശമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസരംഗം നമ്മൾ കറക്റ്റ് ചെയ്യണം. അവിടെയൊക്കെ ഞാൻ കിടക്കണത് ഏതാനും മിനിറ്റുകൾ. ആ വിശ്വാസം നമ്മളാരും, ഒരു സംഘടന നമ്മളെ പഠിപ്പിച്ചതല്ല, അത് ഓർമ്മപ്പെടുത്തലാണ് സംഘടനയുടെയും പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരുടെയും മൗലവിമാരുടെയും നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെയും ബാധ്യത. ജ്യേഷ്ഠത്തിക്ക് അറിയുന്നത് അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുക, അനിയത്തിക്ക് അറിയുന്നത് ജ്യേഷ്ഠത്തിക്ക് കൈമാറുക, അയൽവാസിക്ക് ഷെയർ ചെയ്യുക, ഭർത്താവിന്റെ കുടുംബത്തിനോട് സംസാരിക്കുക, ഭാര്യയുടെ കുടുംബത്തോട് സംസാരിക്കുക, ഭർത്താവിന്റെ ഉപ്പയെ പോലെ കണ്ട് സംസാരിക്കുക, ഉമ്മയെ പോലെ കണ്ട് സംസാരിക്കുക. അവിടെ പറയുമ്പോൾ ദീന് പറയുക, അള്ളാന്റെ വഹ്ദാനിയത്ത് പറയുക. എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിട്ട്, എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട്, നമ്മൾ ഭർത്താവിന്റെ വാപ്പയെ സ്വന്തം വാപ്പയെ പോലെ നോക്കി പരിചരിച്ചത് കൊണ്ട് എനിക്കൊരു മോള് കൂടി വന്നു എന്ന് ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും പറഞ്ഞാലും നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അതൊക്കെ നന്മയാണ്, പക്ഷെ ബേസ് നന്നാവണം. ആ ബേസാണ് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കുക എന്നുള്ളത്. ബാക്കി എല്ലാം നന്മ ഒരാളെടുത്തുണ്ട്, പക്ഷെ തൗഹീദ് റെഡി ആയിട്ടില്ലെങ്കിലോ സ്വർഗത്തിലെത്താൻ കഴിയില്ല. 100 കണക്കിന് വീടുണ്ടാക്കി കൊടുത്ത ആളുകളുണ്ട്, വിശ്വാസമല്ല, പ്രതിഫലം കിട്ടുമോ? നിങ്ങളിപ്പോ ഇവിടെ ഒരു ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടു എന്ന് സങ്കല്പിക്കുക. സപ്പോസ് അതിലേക്ക് ഒരു 10 രൂപ നമ്മൾ ആത്മാർത്ഥമായി അതിലേക്ക് കൈമാറി, അതിനൊരു പ്രതിഫലം അല്ലാഹ് തരും. നമ്മുടെ വിശ്വാസം റെഡിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്തൊരു കാര്യം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചൊല്ലണം. കാരണം അല്ലാഹ് പറഞ്ഞതാണ് ഖുർആനിൽ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവിന്റെ മേൽ, റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹു മലായികത്തുകളും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. സ്വർഗത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു പദവിയുണ്ട്, അതാണ് അൽ വസീല. സ്വർഗത്തിൽ ഒരാൾക്ക് അല്ലാഹ് കൊടുക്കുള്ള പദവി, അത് നമ്മൾ തങ്ങളായ നബിക്ക് കൊടുക്കണേ എന്ന് നമ്മൾ എല്ലാ ബാങ്കിന് ശേഷം പറയാം. അല്ലാഹുവിനോട് പറയണില്ലേ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ ഫസീല വൽ ഫളീല. അല്ലേ, അൽ വസീല വൽ ഫളീല എന്താ പറഞ്ഞതിനർത്ഥം? ഈ അൽ വസീല എന്ന പദവി മുത്തുനബിക്ക് കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബാങ്കിന് ശേഷം നമ്മൾ പറയാ, നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളാരും പ്രാർത്ഥിച്ചിട്ടില്ല എന്നതുകൊണ്ട്, നമ്മളാരും സ്വലാത്ത് ചെല്ലാത്തത് കൊണ്ട് നബിക്ക് വല്ല പ്രതിഫലം കുറയോ? ഇല്ല, നമുക്ക് നഷ്ടമാണ്. അപ്പൊ ഈ സ്വലാത്ത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ബേസ് ശരിയാവണം. നമ്മളൊരു വീട് വാങ്ങാൻ പോവാ, പുതിയ നല്ല പെയിന്റാണ്, നല്ല ജനലാണ്, നല്ല വാതിലാണ്, നല്ല കർട്ടനാണ്, അതിൽ ഇട്ടിരിക്കുന്ന ഫർണിച്ചറൊക്കെ നല്ല സോഫയാണ്, മനോഹരമായ കളർഫുള്ളായ ബെഡ്റൂമാണ്. അയൽവാസി പറഞ്ഞു, ഇവിടെ കുറച്ച് ചതുപ്പുള്ള സ്ഥലാട്ടോ. അയാൾ പറ്റിക്കാൻ വേണ്ടി പറയല്ല, ഇവരോടുള്ള വാശി തീർക്കാൻ വേണ്ടി പറയല്ല, ഇതൊരു ചതുപ്പുള്ള സ്ഥല. തറ സാധാരണ ഒരു കല്ല് വെച്ച് കെട്ടി ബെൽറ്റൊന്നും ഇട്ടിട്ടില്ല. ഏത് സമയത്തും ഇത് വിള്ളാനും താവാനൊക്കെ സാധ്യതയുണ്ട്. ആ തറ റെഡിയായിട്ടേ ബാക്കി കളർഫുള്ളായിട്ട് കാര്യമുള്ളൂ. ആ തറയാണ് ദീനിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ. നമ്മളങ്ങനെ സ്വലാത്ത് ഇഷ്ടം പോലെ ചൊല്ലുന്നു, തൗഹീദ് റെഡി ആയിട്ടില്ല. നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, പക്ഷേ തൗഹീദ് റെഡി ആയിട്ടില്ല. നിസ്കാരത്തിന് വേണ്ടി മുസല്ല വിരിച്ച് ഉമ്മ നിസ്കരിച്ചു, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് മുസല്ല അലമാരയുടെ മുകളിൽ അല്ലെങ്കിൽ അവിടെ മുസല്ല വെക്കുന്ന ആ സ്റ്റാൻഡിൽ
ആ മുസല്ലയൊന്ന് മടക്കി വെക്കാൻ വേണ്ടി കൈയൊന്നിങ്ങനെ ഉയർത്തി വെച്ചപ്പോ കാലൊന്ന് വഴുക്കി സ്ലിപ്പായാൽ ഉമ്മ ഇതുവരെ നിസ്കാരത്തിൽ പറഞ്ഞത് റബ്ബിനെ സ്തുതിച്ചു, അഊദു ബിസ്മി മോദിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എന്നിട്ട് അള്ളാനെ വാഴ്ത്തി പറയാണ്, സർവസ്തുതിയും ലോകരക്ഷിതാവായ റബ്ബിനാണ്. അല്ലാഹുവേ നീ അർ റഹ്മാനാണ്, റബ്ബേ നീ അർ റഹീമാണ്, നീ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അള്ളാഹ് സമ്മതിച്ചില്ല. ഒരു ദിവസം 17 തവണ ഫാത്തിഹ സൂറത്ത് നിർബന്ധമായ നമസ്കാരത്തിൽ ചൊല്ലുമ്പോ ഓരോ മനുഷ്യനെയും കൈകെട്ടി നിർത്തിയിട്ട് അള്ളാഹ് പറയിപ്പിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം, തർക്കത്തിലിരിക്കുന്ന സഹായതേട്ടം നടത്തുകയുള്ളൂ. ഇത് പറയിപ്പിച്ചു ളുഹറിൽ, അസറിൽ, മഗ്രിബിൽ, ഇശായിൽ, സുബഹിയിൽ, എല്ലാ റക്അത്തിലും സുന്നത്തിലും. എന്നിട്ട് ആ മുസല്ല മടക്കി സ്റ്റാൻഡിൽ വെക്കുമ്പോ, അലമാരയിൽ വെക്കുമ്പോ കാലൊന്ന് സ്ലിപ്പായ വിളിച്ചു, ബദരീങ്ങളെ കാക്കണേന്ന്. പിന്നെ എന്തിനാ ഈ പ്രതിജ്ഞ? മമ്പ്രത്ത് തങ്ങളെ എന്റെ കാല് എന്ന് പറഞ്ഞോ? നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ അയൽപ്പക്കത്ത്. അപ്പൊ ഈ പറഞ്ഞ നിസ്കാരത്തിൽ എന്താ, കൈ നെഞ്ചത്തോ താഴെ, അതൊക്കെ വേറെ വിഷയം. അങ്ങനെ കെട്ടിയിട്ട് നിന്നിട്ട് പ്രതിജ്ഞ ചെയ്തിട്ട് പറഞ്ഞെന്താണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞതോ, ഒരു ചെറിയ ബുദ്ധിമുട്ട് അല്ല തന്നു നോക്കി. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്ന് കാലൊന്ന് സ്ലിപ്പായപ്പോ പറഞ്ഞു, അള്ളാനെ വിളിക്കാൻ മറന്നുപോയി. കുട്ടിയെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുക, താരാട്ടുപാട്ട്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈണത്തിൽ പാടിക്കൊടുത്തു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടി ഉമ്മ എന്തോ ആലോചനയിലാണ്, കുട്ടിയുടെ ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ എന്തോ ആലോചനയിലാണ്. അങ്ങനെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നിടയിൽ ആ തൊട്ടിൽ ചുരുങ്ങി കുട്ടിയുടെ തല കടുത്തോളം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ പാടിയത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പെട്ടെന്ന് ആ കുട്ടിയെ ഒന്ന് താഴോട്ട് നോക്കിയത്, ഉടനെ വിളിച്ചു, ബദരീങ്ങളെ എന്റെ കുട്ടിന്ന്. കണ്ടോ? അപ്പൊ പിന്നെ അള്ളാനെ വേണ്ട. നിങ്ങൾ ചിന്തിക്കാനാ ഞാൻ ഈ പറയണത്. ഇതുവരെ പറഞ്ഞ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് താരാട്ടുപാടി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടിക്ക് ചെറിയൊരു പ്രശ്നം വന്നപ്പോ വീണിട്ടില്ല, തൊട്ടിന്ന് വീഴാൻ പോയിട്ടേ ഉള്ളൂ, അപ്പോഴൊക്കെ വിളിച്ചു അല്ലല്ലാത്തോരെ. അപ്പൊ പിന്നെ മനസ്സിൽ അള്ളാഹ്ക്ക് എന്ത് സ്ഥാന? ഇതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ധാരാളം ആളുകൾ അള്ളാനെ വിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു മഹാനായ നേതാവാണ്. ആരറിയോ? ഷെയ്ഖ് മുഹ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാഖിന്റെ മണ്ണിൽ ബഗ്ദാദിൽ കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൂഫി ചിന്തയുള്ള, എന്നാൽ തൗഹീദിന്റെ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത അഗ്രഗണ്യനായി ലോകമറിയപ്പെട്ട ഷെയ്ഖ് മുഹ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് രചിച്ച ആളാണ്. ആ കിതാബിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് വരികൾ എഴുതി. ആരാ? മൊയ്തീൻ ഷെയ്ഖ് എഴുതുക. എന്ത് കണ്ടിട്ട്? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട്, അല്ലാഹുവല്ലാത്തവരെ വിളിക്കുന്നത് കണ്ടിട്ട്, അല്ലാഹുവല്ലാത്തവരോട് സഹായതേട്ടം നടത്തുന്നത് കണ്ടിട്ട് മൊയ്തീൻ ഷെയ്ഖ് കിതാബിൽ എഴുതി. മുസ്ലിങ്ങളോട് പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അധികാരമുണ്ടോ, അവകാശമുണ്ടോ? വഫീ ഖൽബിക, നിന്റെ കൽബിൽ, നിന്റെ ഖൽബിൽ, നിന്റെ ഹൃദയത്തിൽ കം ഇലാഹ്, എത്ര എത്ര ഇലാഹുകളാണ്. അള്ളാനെ വിട്ട് എത്ര ഇലാഹുകളെയാണ് നീ വിളിക്കുന്നത്? എന്നിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണോ? ആരാ ചോദിച്ചത്? ആരാ ചോദിച്ചത്? നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിൽ പറഞ്ഞാൽ മതി. ആരാ ചോദിച്ചത്? മൊയ്തീൻ ഷെയ്ഖ്. ആ മൊയ്തീൻ ഷെയ്ഖിനെ ഇപ്പോൾ ആളുകൾ വിളിക്കണേ. അള്ളാനല്ലാത്തവരെ വിളിക്കണ കണ്ടിട്ട് സങ്കടം സഹിക്ക വയ്യാതെ വിളിക്കരുത് എന്ന് പറയാൻ കിതാബ് എഴുതിയ മൊയ്തീൻ ഷെയ്ഖിനെയാണ് ആളുകൾ വിളിക്കണത്. മനസ്സിലായോ എവിടെ ഉണ്ട് അവസ്ഥ? ഇതൊക്കെയാണ് മുമ്പത്തെ അവസ്ഥ. ഇപ്പൊ പറഞ്ഞ് എവിടെത്തി? ഇപ്പൊ വിളിക്കലല്ല, പടച്ചോൻ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയണത്. നഊദു ബില്ലാഹ്. ഇതൊന്നും ആരെയും പരിഹസിക്കാനും കളിയാക്കാനും പറയല്ല. CM എന്ന് പറയുന്ന മനുഷ്യൻ, സ്ത്രീകളെ, നിങ്ങളെ കുടുംബക്കാരികളോട്, നിങ്ങളെ അയൽവാസികളോട്, നിങ്ങൾക്ക് കിച്ചണിലേക്ക് കയറി ചെല്ലാം, നിങ്ങൾക്ക് അടുക്കള വഴി ചെല്ലാം, അവരോട് സൗഹൃദ സംസാരം നടത്താം, ദേഷ്യപ്പെടണ്ട. ഏറ്റവും മാന്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഗൗരവമായ ഒരു തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. CM എന്ന് പറയുന്ന മനുഷ്യൻ പടച്ചോനാണ് എന്ന് പാട്ടുപാടുകയാണ്. അതിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും കേരളത്തിലുണ്ട്. ആരുടെ കൂട്ടത്തിൽ? ഈ പാട്ടുപാടിയ ടീമിൽപ്പെട്ട, സംഘടനയിൽപ്പെട്ടവരിൽ അങ്ങനെയൊന്നും പാടാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ എവിടെയാണ് ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? മുമ്പൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ല, നമ്മൾ ആരും കേട്ടിട്ടില്ല. മുസ്ലിങ്ങളൊക്കെ പറഞ്ഞിരുന്ന എന്താ അറിയോ?
ഞങ്ങളതിന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞങ്ങൾ സഹായതേട്ടല്ലേ നടത്തണുള്ളൂ? ഞങ്ങൾ ഇവർ പടച്ചോനാന്ന് പറയുന്നുണ്ടോ? മമ്പറത്തേക്ക് പോണ ഒരു ഉമ്മാനെ വിളിച്ച് ചോദിച്ചാൽ, ഉമ്മ നിങ്ങൾ എന്തിനാ ഈ മമ്പറത്തേക്ക് പോണത്? നിങ്ങൾക്ക് അള്ളഹാനോട് പറയാൻ മമ്പറത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഞാനവിടെ സിയാറത്ത് എടുത്ത ആയിക്കോട്ടെ, ശരി, എന്തിനാ സിയാറത്ത്? മമ്പറം തങ്ങളോട് പറയരുത് കേട്ടോ, അള്ളഹാനോട് പറഞ്ഞോളി. നിങ്ങൾ പൊയ്ക്കോ, ഖബറിന്റെ അടുത്ത് ആ പരിസരത്ത് നിങ്ങൾ പൊയ്ക്കോ, പക്ഷെ അള്ളഹാനോട് പറയണട്ടോ. പോകുമ്പോ അവര് പറഞ്ഞ ന്യായം എന്താ അറിയോ? ഖുർആൻ പറഞ്ഞ ന്യായാണ്, ഇപ്പൊ പറഞ്ഞതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിലൂടെ, 10-ാമത്തെ സൂറത്ത് യൂനുസിൽ 18-ാമത്തെ ആയത്തിലൂടെ, 26-ാം അധ്യായം സൂറത്ത് ശുഅറായിൽ 71 മുതൽ 74 വരെയുള്ള വചനങ്ങളിൽ അന്നത്തെ മനുഷ്യന്മാർ പറഞ്ഞ ദുർന്യായം നിങ്ങൾ പറയരുത് എന്ന് അല്ലാഹ് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലല്ലാത്തോലെ തേടി പോകുന്ന ആളുകളോട് അന്നത്തെ നബിമാര് ചോദിച്ചു, മുമ്പേ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. സൂറത്ത് യൂനുസിൽ പറഞ്ഞതാ, 18-ാമത്തെ ആയത്താ, 10-ാമത്തെ അധ്യായമാ. എന്താ പറഞ്ഞത്? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. മമ്പറത്ത് പോണമ്മാനോട് ചോദിച്ചോക്ക്, ഉമ്മ പറയും, ആരാ കിടക്കണത് നിനക്കറിയോ? മമ്പറം തങ്ങളാ, വലിയ മഹാനാ, ഓല് പടച്ചോനൊന്നുമല്ല. ഞങ്ങളാർക്കും അത് അങ്ങനെ വാദമൊന്നുമില്ല. അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ തങ്ങൾ നമുക്ക് വേണ്ടി ആരോട് പറയും? അള്ളഹാനോട് പറയും. ഇത് ഇന്ന് പറഞ്ഞതല്ല, ഖുർആൻ നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് ഈ ന്യായം ഇപ്പൊ പറഞ്ഞതല്ല. എപ്പ പറഞ്ഞതാ? ഖുർആനിൽ ഉണ്ട് എന്ന് പറയുമ്പോ അതിന് 1400 വർഷങ്ങൾ പഴക്കണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഈ സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 100 കൊല്ലം അത്രയല്ലേ ആയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ആദ്യത്തെ സംഘടന കേരളത്തിൽ സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനയാണ്. നമ്മൾ അതൊന്നല്ല വിഷയം, ഞാൻ ഇതിനകത്ത് പറയണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കേരളത്തിലെ സംഘടനയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 100 കൊല്ലത്തെ പഴക്കം അത്രയല്ലേ ഉള്ളൂ. ഖുറാനിൽ ഇങ്ങനെയാണ് മനുഷ്യന്മാർ മുമ്പേ പറഞ്ഞിരുന്നത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ പിന്നെ ഇത് പുതിയതല്ല, ഇത് പഴയ വാദത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണ്. അള്ളാഹ് എതിർത്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യും. ഇത് ഇന്ന് 2024-ലോ 2020-ലോ 10-ലോ 2000-ലോ 90-ലോ എഴുതിയ പുസ്തകമല്ല, അള്ളാന്റെ കലാമാണ് പറയണത്. അതാണ് ഒന്ന് പറഞ്ഞത്. എന്ത്? ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളഹാനോട് പറയുന്നു. അത് പാടില്ല എന്ന് അള്ളാഹ് ഖുർആനിൽ പറയണത്. രണ്ടെന്താ അറിയോ? ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. എന്താ മനസ്സിലായത്? നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ, കാണാൻ പറ്റാത്തത് കണ്ടിട്ടുണ്ട്, കുറെ ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. വലിയ ദോഷികളാണ്, പാപികളാണ്. അതുകൊണ്ട് ഇവരോ, ഈ കിടക്കുന്ന ആളുകളോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വലിയ വലിയ ഔലിയാക്കന്മാരാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വലിയ വലിയ മഹത്തുക്കളാണ്. അതുകൊണ്ട് ഇവർ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അങ്ങനെ ചെയ്തോന്നാണോ ഖുർആൻ പറഞ്ഞത്? അങ്ങനെ ചെയ്യരുത്. ആ വാദവും പറഞ്ഞ് നിങ്ങൾ അള്ളയല്ലാത്തവരെ സമീപിക്കരുത് എന്നാ ഖുർആൻ പറയണത്. ഇതേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ വാദ? ഇതേതെങ്കിലും സംഘടനയുടെ വാദമാണോ? ഈ വാദവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളയല്ലാത്തവരെ സമീപിക്കരുത്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിച്ചത്. അപ്പൊ ഞങ്ങൾ ഇവരെ അടുത്ത് പോയത്, ഇവരെ വണങ്ങിയത്, ഇവരെ തൊട്ടുമുത്തിയത്, ഇവരുടെ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിന്നത്, കണ്ണീരോടുകൂടി സങ്കടം പറഞ്ഞത് ഇവർ പടച്ചോനാണ് എന്ന വിശ്വാസത്തിലല്ല, അള്ളാഹുവാണ് എന്ന വിശ്വാസത്തിലല്ല, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ്. ഇനി മൂന്നാമത്തെ ന്യായം ഖുർആൻ പറഞ്ഞ എന്താണ്? ഇവരോട് അന്നത്തെ നബിമാര് ചോദിച്ചു, അല്ല മനുഷ്യരെ, ഇങ്ങനെ ചെന്നു പറഞ്ഞാൽ ഇവർ കേൾക്കുവോ? ഇവർ കാണുമോ? ഇവർ ഉപകാരം ചെയ്യുമോ? ഇവർ നിങ്ങളെ ഉപദ്രവം നടത്താൻ വല്ല കഴിവ് ഇവർക്കുണ്ടോ? അപ്പൊ അന്നത്തെ ആളുകൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? സൂറത്തു ശുഅറായിൽ 71 മുതൽ 74 വരെയുള്ള ആയത്തിൽ പറഞ്ഞ എന്താ അറിയോ? ഖാലു, ഈ ചോദ്യം ചോദിച്ച നബിമാരോട്, ഈ ചോദ്യം ചോദിച്ച ആളുകളോട് ആ മനുഷ്യന്മാർ പറഞ്ഞ മറുപടി, ഖാലു, അവർ പറഞ്ഞു, ബൽ, മറിച്ച്. എന്താ ഈ മറിച്ച്? നിങ്ങൾ ആ ചോദ്യം ഒന്നും ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഈ കേൾക്കുവോ, കാണുവോ, ഉപകാരം ചെയ്യുവോ, ഉപദ്രവം വരുത്തുവോ, ഇതൊന്നും ഞങ്ങളോട് ചോദിക്കണ്ട. വചദിന, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആബാഅന, ഞങ്ങളെ കാരണവന്മാരെ, വാപ്പമാരെ,
കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ പുതിയ ചോദ്യമായിട്ട് വരണ്ടാന്ന്. ഇത് ഖുർആനിലുള്ളതാ. എന്ത്? വജദിന, ഞങ്ങൾ കണ്ടു, ആബാഅന, ഞങ്ങളുടെ വാപ്പമാരെ, അബ് അതിന്റെ പ്ലൂറലാണ്, ജമ്മാണ്, ഞങ്ങളെ വല്ലിപ്പമാരെ, ഉപ്പാനെ അതിന്റെ ഉപ്പാനെ, വലിയ വലിയ പണ്ഡിതന്മാരെ, ഞങ്ങളെ വല്ലിപ്പ ആരായിരുന്നു? നല്ല അറിവുള്ള ആളായിരുന്നു. അവരൊക്കെ ഞങ്ങൾ കണ്ടത് കദാലിക യഫ്അലൂൻ, ഇപ്രകാരം ചെയ്യുന്നവരായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ വാദമായിട്ട് വരണ്ട. ഞങ്ങൾ പണ്ടേ പാരമ്പര്യത്തിൽ വരുന്നവരാ, നിങ്ങളോ പാരമ്പര്യമില്ലാത്തവരാ. ഇത് നബിമാരോട് പറഞ്ഞ മറുപടിയാണ്, നമ്മളോടല്ല. എന്താ ഖുർആൻ പറഞ്ഞത്? ഈ 3 ആയത്തുകളൊന്ന് തഫ്സീർ വായിക്കണം. നിങ്ങളെ കുടുംബക്കാർക്ക് പല വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മെസ്സേജ് കൈമാറുമ്പോൾ ഈ ആയത്തുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്ത്, സൂറത്ത് ഷുഅറയിലെ 71 മുതൽ 74 വരെയുള്ള ആയത്ത് ഒന്ന് മെസ്സേജ് കൊടുത്തിട്ട് ഇതൊന്ന് വായിക്ക്. നിങ്ങളെ വീട്ടിലുള്ള ഖുർആന്റെ പരിഭാഷ, ഏതെങ്കിലും ഉസ്താദ് എഴുതിയ പരിഭാഷ ആയിക്കോട്ടെ, അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുക, മാറ്റണ്ടാവും. ഇത് ഈ പ്രവൃത്തി ചെയ്യരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് പാരമ്പര്യം. ചെയ്യാന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ എത്ര കബറാ കെട്ടിപ്പൊക്കിയത്, എത്ര കബറാ പച്ചപ്പുതപ്പിട്ട് മൂടിയത്. അള്ളാന്റെ റസൂലിന്റെ കബറ് നമ്മളാരെയും കണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറക്ക് പോയിട്ടുണ്ട് പലരും, നമ്മളൊക്കെ പല തവണകളായി അവിടെ പോയിട്ടുണ്ട്. ചില തിരക്കില്ലാത്ത സമയം കിട്ടിയപ്പോൾ കുറേ സമയം നിന്ന് നോക്കിയിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ച് നോക്കിയാലും കാണൂല, ഒരു കർട്ടന കാണുക. എന്നിട്ട് ആളുകൾ ഗിന്നസ് ബുക്കിൽ അവാർഡ് ഇട്ടേണ്ട നോണ വന്ന് പറയും, ഞാൻ കണ്ടു, മമ്പറത്ത് പോയ പോലെ തന്നെയാണ്, ഞാൻ കണ്ടു കേട്ടോ, ഇന്ന സ്ഥലത്ത് പോയ പോലെ തന്നെയാന്നൊക്കെ കളവ് പറയുന്ന ആളുകളുണ്ട്. എന്തൊക്കെയോ തോന്നിയിട്ട് ഭക്തി മുഖേന പറയായിരിക്കും. അള്ളാഹുർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവിടെ നിൽക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, 20 കൊല്ലം അവിടെ ജോലി ചെയ്യുക, 30 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ കണ്ടോന്ന്? അവർ പോലും കണ്ടിട്ടില്ല. എന്നിട്ട് അവന് 4 മിനിറ്റ് കിട്ടിയ നമ്മൾ, അവർ പോലും കണ്ടിട്ടില്ല. പിന്നെ ആരാ കണ്ടത്? സ്വഹാബികള്. ആരാ റൂമിലാണ് മുത്തുനബിയുടെ ഖബർ, തങ്ങളുടെ ഖബർ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാ റൂമില? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. ആയിഷ ബീവി നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി പട്ടിണിയില. ആയിഷ ബീവി മുത്തുനബിയുടെ വഫാത്തിന് ശേഷം പട്ടിണിയില. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു ചോദിക്കാണ്, നമ്മുടെ ഉമ്മ പട്ടിണിയിലാണോ എന്ന് ചോദിച്ചറിയാൻ. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയുടെ വഫാത്തിന് ശേഷം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, പട്ടിണിയിലാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറയാണ്, ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഭക്ഷണം, എത്ര ഭക്ഷണം വേണമെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാം. ആര്? പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ പട്ടിണി കിടക്കുമ്പോൾ ആയിഷ ബീവിന്റെ അടുത്ത് ആരുണ്ട്? മുത്തുനബിയുടെ ഖബറുണ്ട്. മര്യാദക്ക് അഡ്രസ്സും കൂടി ഇല്ലാത്ത ഖബർ വെച്ചിട്ടാണ് പള്ളി വരെ ചില ആളുകൾ നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാണ്ട ഞാൻ പറയണത്? ആരാന്ന് പോലും അറിയാത്ത ഖബർ വെച്ചിട്ടാണ് പല ആളുകൾക്കും സാലറി വരെ കൊടുക്കുന്നത്. ഇത് അള്ളാന്റെ റസൂലാണ്, തങ്ങളാണ്, ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്ന മഹാനായ തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഏത് വാതിലും ആദ്യം മുട്ടി തുറക്കാൻ പറയാൻ അവകാശമുള്ള മഹാനായ തങ്ങളായ റസൂലുള്ളാന്റെ ഖബറാണ്. മുത്തുനബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ മുത്തുനബിയുടെ ഖബറാണുള്ളത്. എന്നിട്ട് ആയിഷ ബീവി പട്ടിണിയില്ല. ആ ഖബർ വെച്ച് പൈസ ഉണ്ടാക്കിയോ? ഒരു ചില്ലി കാശ് തങ്ങളുടെ ഖബർ വെച്ച് ആയിഷ ബീബി ഉണ്ടാക്കിയോ? അള്ളാന്റെ റസൂല് മരിച്ചിട്ടും 40 കൊല്ലത്തിലധികം ആയിഷ ബീബി ഉണ്ട് റളിയല്ലാഹു അൻഹ. 40 കൊല്ലേ അള്ളാന്റെ റസൂല് വഫാത്തായിട്ടുണ്ട്. എത്ര പ്രയാസം കഷ്ടപ്പാട് വന്നു. ഒരു പ്രാവശ്യെങ്കിലും മുത്തുനബി റൂമിലുണ്ട്, തന്റെ റൂമിലുണ്ട്, നബിയെ, എന്റെ ഭർത്താവായ പ്രിയപ്പെട്ട നബിയെ എന്ന് പറഞ്ഞ് ഒരു കാര്യം അള്ളാന്റെ റസൂലിനോട് പറഞ്ഞോ ആയിഷ ബീബി? അള്ളഹാനോടല്ലാതെ. ഇതൊന്നും മനുഷ്യന്മാര് കേൾക്കണില്ല. ആ ഖബർ എത്ര വലിപ്പമുള്ളത്? ഹദീസിൽ വന്നത്. സഹാബികൾ എന്താ പറഞ്ഞത്? റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തിയിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണോളം. ഇതാ കിതാബിലുള്ളത്. എങ്ങനെ? ഒന്നുകൂടി പറയാം. റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തിയിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണോളം. ഒരു ചാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല സഹാബികള്. അളന്നാൽ ഒരു ചാണോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചാണ് ഉണ്ടാവില്ല, മാക്സിമം ആണ് ഒരു ചാണ്. എന്നിട്ട് സാഹിബികൾ പറയാ, ചരക്കല്ല് ഇങ്ങനെ പരത്തിയിട്ടതുപോലെയായിരുന്നു. ചരക്കല്ല് ഇങ്ങനെ പരത്തിയിട്ടതുപോലെ ഒരു ചാൺ ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറായിരുന്നു മുത്തുനബിയുടെ ഖബറ്. അവിടെ കയറി നോക്കിങ്ങള്, മലപ്പുറം ശുഹദാക്കളുടെ ഖബറുകളാണ്. എത്ര ഉയരാ! ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ദേഷ്യം വരിക. ഇത് ഹക്കാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ മഹാന്മാരെ ആദരിക്കണം, ഔലിയാക്കന്മാരെ ആദരിക്കണം.
അമ്പിയാക്കന്മാരെ ആദരിക്കണം. ഇതാരെ പണിയാണെന്നറിയോ? ഇത് ക്രൈസ്തവരുടെ പണിയാണ്. അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം പോകാം. ഓലെ സെമിത്തേരി പോയി നോക്ക് നിങ്ങൾ, കുരിശ്, മാർബിള്, ടൈൽസ് ഒക്കെ ഇട്ട് കബർ ഭംഗിയാക്കി ഉയർത്തി കെട്ടിയിട്ടുണ്ടാവും. സൗദി രാജാവ് മരിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ എല്ലാ ചാനലും, ഏഷ്യാനെറ്റ് അടക്കം എല്ലാ ചാനലും പറയാണ്, എന്തൊരു അത്ഭുതം, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ സൗദി രാജാവിന്റെ കബർ ഏതാന്ന് മനസ്സിലാവില്ല എന്ന്. ഇപ്പൊ പോയവർക്ക് അറിയുള്ളൂ. ഇനി പോയാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് സൗദി രാജാവിന്റെ കബറിന്റെ ഒപ്പം ആ കബറിന്റെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു എനിക്ക്. ഇപ്പൊ ചാൻസ് കിട്ടി, പോയാൽ ഇതിലേതാ സൗദി രാജാവിന്റെ കബർ അറിയില്ല. എല്ലാവരുടെ കബർ ഒരുപോലെ. അതാ ഇസ്ലാം. നഹാ റസൂലുള്ള, അള്ളാന്റെ റസൂല് വിലക്കിയിട്ടുണ്ട്. ആ യുജസ്സൽ ഖബറു, ഖബർ കുമ്മായം അടിക്കരുത്. അതിന്റെ മേലെ കെട്ടിപ്പടുക്കരുത്. അതിന്റെ മേലെ കയറിയിരിക്കരുത്. അതിന്റെ മേലെ എഴുതരുത്. ഇതൊക്കെ ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ അംഗീകരിക്കണേ? ഒരു വാചകത്തിൽ 4 കാര്യമാണ് അള്ളാന്റെ റസൂല് നിരോധിച്ചത്. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. ഇപ്പൊ സ്ത്രീകളോട് പറയും, നിങ്ങൾ മുടിയുടെ ഈ പുരികം പറിക്കരുത്, ഷെയ്പ്പാക്കരുത്. പുരികം ഷെയ്പ്പാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. ഭർത്താവിന് സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പോലും പുരികത്തെ ഷെയ്പ്പാക്കാൻ പാടില്ല. അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പച്ച കുത്തരുത്. അള്ളാന്റെ റസൂല് പറഞ്ഞാണ്, എന്നാ ചെയ്യാൻ പാടില്ല. എന്ന പോലെയാണ് പറഞ്ഞത്. കബറിങ്ങള് കുമ്മായി അടിക്കരുത്, സിമന്റ് കൊണ്ട് കെട്ടിപ്പടുക്കരുത്, കെട്ടി ഉയർത്തരുത്, കയറി ഇരിക്കരുത്, അതിന് മേലെ എഴുതരുത്. എന്നിട്ട് വാശി പോലെ കബറിന്റെ മേലെ ഫാത്തിമ 75 വയസ്സ് വരെ ജീവിച്ചു, ജനിച്ചത് ഇന്ന വർഷം, മരിച്ചത് ഇന്ന വർഷം കേട്ടോ, അഡ്രസ്സൊക്കെ കബറിന് എഴുതരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വാശി പോലെ എഴുതുക. അല്ലാണ്ട് റസൂല് പറയാണ് എഴുതരുത്, അവൻ എഴുതാൻ പാടില്ല. അതാണ് അനുസരണം. ഇതൊക്കെ വിശ്വാസത്തിലൂടെ വരേണ്ടതാണ്. ഒരു കൈനോട്ടക്കാരനെ നമുക്ക് നോക്കാൻ പറ്റുമോ? സമയം തീരെയാണ്. ഞാൻ അവിടുന്ന് ഇവിടുന്ന് പൊറുക്കി പറയാണ്, വിഷയത്തിന്റെ ക്രോഡീകരണം പറയാൻ സമയമില്ല. ഒരു കൈനോട്ടക്കാരനെ സമീപിക്കാൻ പറ്റുമോ? ഇപ്പൊ കൈനോട്ടൊന്നും ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കടപ്പുറത്ത് ഇരുന്നപ്പോ ഒരു ചേച്ചി വന്നു. എന്നിട്ടാണ്, ചേട്ടാ നിങ്ങളെ കൈ ഒന്ന് നോക്കട്ടെ. ഞാൻ ദാ കൈ ഉണ്ടല്ലോ, റെഡിയാണ്. അല്ല, ലക്ഷണം പറയാനാണ്. അത് വേണ്ട, പോയിക്കോളി. തമാശക്ക്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചേരം നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചു. ഞാൻ കുറേ പറഞ്ഞെടുത്ത് പറഞ്ഞു, എൻ്റെ അരിയിൽ വെറുതെ കല്ല് വാരിയിടല്ലേ, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇതൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിക്കോ, ജീവിച്ചു പോണ്ട മോനെ. തമാശക്ക് കൈ നീട്ടിക്കൊടുത്താൽ 40 ദിവസത്തെ നിസ്കാരം പോയി. നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു കൈനോട്ടക്കാരൻ വന്നു. മുമ്പൊക്കെ തത്തനെ പിടിച്ചു വരുന്നവരുണ്ടായിരുന്നു, കാട് പിടിച്ചു വരുന്നവരുണ്ടായിരുന്നു, അല്ലേ? ഇല്ലായിരുന്നില്ലേ? ഇപ്പൊ കുറഞ്ഞില്ലേ? ഉണ്ട്. എന്നിട്ട് പറയും, പിന്നെ താത്ത, ഉമ്മ, നിങ്ങളെ മുഖലക്ഷണം പറയാനുണ്ട്, നിങ്ങളൊരു മോൻ ഗൾഫിലല്ലേ, കുറച്ച് കാര്യങ്ങൾ പറയണ്ട. അപ്പുറത്തെ വീട്ടിൽ നിന്ന് അറിഞ്ഞതാ ഈ വീട്ടിലത്തെ മോൻ ഗൾഫിലാന്ന്. അത് കേട്ടപ്പോഴേക്ക് നമ്മളെ മനസ്സ്, എൻ്റെ മോൻ ഗൾഫിലാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? എന്നാ കുറേ കഴിവുണ്ടാവും കേട്ടോ തമാശക്ക്. അപ്പോൾ അടുത്തിട്ട് സ്ത്രീ പറഞ്ഞു, നിങ്ങൾ നോക്കാൻ പാടില്ല നമുക്കെന്ന്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, എന്തൊക്കെ പറയുന്നു നോക്കാലോ, തമാശക്ക്, നമ്മൾ വിശ്വസിക്കൊന്നും വേണ്ട. അങ്ങനെ നീട്ടിക്കൊടുത്താൽ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി. തമാശക്ക് നോക്കിയാൽ വിശ്വസിച്ചാലോ? ഒരു കൈനോട്ടക്കാരന്റെ മുമ്പിലോ ഒരു ജ്യോത്സ്യന്റെ മുമ്പിലോ ഒരാൾ ചെന്നു, ഒരു കാര്യത്തെ പറ്റി ചോദിച്ചു, അയാൾ പറയുന്നത് സത്യപ്പെടുത്തി, കഫറ, അയാൾ കാഫിറായി. നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. എന്തിൽ കാഫിറായി? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തതിൽ. ഏതാണത്? ഖുർആനിൽ അവിശ്വസിച്ചവനായി. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ വന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ജ്യോത്സ്യന്റെ മുമ്പിൽ പോയി, സിദ്ധന്റെ മുമ്പിൽ പോയി, ബീവിന്റെ മുമ്പിൽ പോയി, അതുപോലെയുള്ള ആളുകളുടെ മുമ്പിൽ ചെന്നിരുന്ന്, ഒരു കൈനോട്ടക്കാരന്റെ മുമ്പിൽ ചെന്നിരുന്ന് ചിലതൊക്കെ പറഞ്ഞു കേട്ടപ്പോ എന്നാ സത്യമാണെന്ന് വിശ്വസിച്ചാൽ ഖുർആനിൽ അവിശ്വസിച്ചവനായി മാറി. ഇങ്ങനെ വരിക, തത്തനെ പിടിച്ചിട്ട് കുറെ മുമ്പൊക്കെ കേട്ടോ, ഗേറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ആ ഉമ്മ അങ്ങോട്ട് വരട്ടെ, ചേട്ടാ അങ്ങോട്ട് വരട്ടെ. എന്തിന്? നിങ്ങളെ കുറെ ലക്ഷണങ്ങൾ പാസ്റ്റ് പറയും, പ്രസന്റ് പറയും, ഫ്യൂച്ചറും പറയും, കഴിഞ്ഞതും പറയും, ഇപ്പൊ നടക്കണം പറയും, വരാനിരിക്കണം പറയും. എന്നാ വന്നോന്ന് പറഞ്ഞപ്പോ പറയാ പട്ടി ഉണ്ടോന്ന്, ഈ വീട്ടിൽ പട്ടി ഉണ്ടോന്ന് കൂടി ഓൾക്ക് അറിയില്ല. എന്നിട്ട് അവനാ പിന്നെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയാൻ വരുന്നേ. ഈ വീട്ടില് പട്ടി ഉണ്ടോന്ന് അറിയില്ല, വരുമ്പോ ഗേറ്റ് തുറക്കണ പോയിക്കുക, പട്ടി ഉണ്ടോ അവിടെ? നിങ്ങൾ പറയും, നിങ്ങളെല്ലാം പറയുന്ന ആളല്ലേ. എന്നിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ?
അള്ളാഹുവിന്റെ ദീന് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ കുറുക്ക് വഴികളൊന്നും തേടുന്ന ഒന്നല്ല. നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. നമ്മളെ ജീവനാഡിയേക്കാൾ അടുത്തവൻ, ആ ജീവനാഡിയേക്കാൾ അടുത്തവൻ നമ്മളോട് പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെപ്പറ്റി എൻ്റെ അടിമ പ്രവാചകരെ താങ്കളോട് എന്നെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞാൻ ഏറ്റവും അടുത്തുണ്ട്. ഞാൻ ഏറ്റവും അടുത്തുണ്ട്, ജീവനാഡിയേക്കാൾ അടുത്തുണ്ട്. എന്തിന്? പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹ് പറയാ ഉടനെ തരാന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അതൊക്കെ മനുഷ്യന്മാർ കെട്ടിണ്ടാക്കണ ജാറത്തിൽ നിന്നൊക്കെയാണ് പറയല്. ഇവിടെ പറഞ്ഞോളൂ വീട്ടിലെത്തിന് മുമ്പ് റിസൾട്ട് കിട്ടുമെന്ന്. അല്ലാഹ് പറഞ്ഞ എന്താ അറിയോ? വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ചിലപ്പോൾ ഇപ്പൊ തരും, ചിലപ്പോൾ പിന്നെ ആയിരിക്കും, ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പായിരിക്കും, ചിലപ്പോൾ ഉത്തരം തരാതെ പരലോകത്തിലേക്ക് നന്മയായി സൂക്ഷിച്ചു വെക്കും. ആ 3 മാനദണ്ഡ പണ്ഡിതന്മാർ പറഞ്ഞത്. ചിലപ്പോൾ ഉത്തരം കിട്ടും, ചിലപ്പോൾ നീട്ടിവെക്കും, ചിലപ്പോൾ പരലോകത്തിലേക്ക് വെക്കും. പരലോകത്തിൽ നമ്മൾ ചോദിച്ച പ്രാർത്ഥനയുടെ ഉത്തരമായി നമുക്ക് തരാൻ വേണ്ടി വെച്ച പ്രതിഫല കൂമ്പാരം കാണുമ്പോൾ ആളുകൾ പറയും, എന്തിനാ ചിലതിനൊക്കെ ഭൂമിയിൽ വെച്ച് തന്നത്, അതുകൂടി പരലോകത്തേക്ക് നീട്ടിവെച്ചുകൂടായിരുന്നോന്ന്. അത്ര വലിയ പ്രതിഫലം പരലോകത്തുണ്ടാവും. ചില ഉമ്മാരൊക്കെ പറയും, ഞാൻ എന്നും ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. എന്താണ് അള്ളാഹു ഇങ്ങനെ? ചൂരൽമലയിൽ ഒരു മനുഷ്യൻ ചോദിച്ചു, ഞങ്ങൾ എന്ത് തെറ്റാ റബ്ബേ നിന്നോട് ചെയ്തത്, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിച്ചത് എന്നൊക്കെ. ഞങ്ങൾ എത്ര ദുആ ചെയ്തിട്ടുണ്ട് നിന്നോട്, ആ ഉത്തരങ്ങൾ എങ്ങനെയാണ് നമുക്ക് തരാന്ന് നമുക്കറിയില്ല. അതൊക്കെ നമ്മുടെ വിശ്വാസത്തെ അളക്കാണ്, നമ്മുടെ വിശ്വാസത്തെ അളക്കാണ്. അതുകൊണ്ട് സഹോദരിമാരെ ശരിക്കും മനസ്സിലാക്കുക, ഈ വിശ്വാസരംഗം എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഏതൊക്കെ മേഖലകൾ പറയാനുണ്ട്. തൗഹീദ് റുബൂബിയ്യ ഉണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യ ഉണ്ട്. എല്ലാ മേഖലയിലും കടന്നു പോവേണ്ടവരാണ്. അവിടേക്കൊന്നും പോവാൻ ഇപ്പൊ സമയമില്ല. അള്ളാന്റെ സിഫാത്തുകളെ പറ്റി പറയണം, അസ്മാഉകളെ പറ്റി പറയണം. ഗുഹയിൽ കുടുങ്ങിയ 3 ആളുകളുടെ ചരിത്രം അറിയാത്ത ആരുണ്ടാവില്ല ഈ കൂട്ടത്തില്. അവരെന്താ നടത്തിയത്? ഒരു സ്ത്രീ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആരോ ആകട്ടെ ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഈ മനുഷ്യൻ ഒരുപാട് തവണ പ്രലോഭിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, അവളുടെ ശരീരത്തെ കവർന്നെടുക്കാൻ നോക്കിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഒരു ദിവസം ആ സ്ത്രീ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ഇയാളുടെ അടുത്ത് വന്നു, ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് ക്യാഷ് വേണം, തരാൻ ഞാൻ റെഡിയാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിന്റെ ശരീരം എനിക്ക് വകവെച്ചു തരണം. വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് ഞാൻ അയാളുടെ മുമ്പിൽ നിശബ്ദയായി. ആ പെണ്ണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ സ്ത്രീ ഉള്ളത്. എതിർക്കാനും പറ്റുന്നില്ല, പോവാനും പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലായി. ഹദീസിൽ വന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ എല്ലാവരും പക്വതയുള്ളവരാണ്. ഹദീസിൽ പ്രയോഗിച്ച വാക്ക് ഈ ഗുഹയിൽ കുടുങ്ങിയ ആള് പറയുന്നത്, ഞാൻ അവളുടെ 2 കാലിനും ഇടയിൽ ഇരുന്നു. ആ സമയത്ത് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, തടുക്കാൻ അള്ളാഹു കാണുന്നു, കേൾക്കുന്നു, റബ്ബുണ്ട്. അതല്ലാതെ സാധാരണഗതിയിൽ മനുഷ്യക്കൂട്ടത്തിൽ ആരും കാണുന്നില്ല. അവളുടെ കുടുംബത്തിൽപ്പെട്ടവരോ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോ ഇല്ല. ഞാൻ അവളുടെ കാലിനിടയിൽ ഇരുന്നു. അവൾ പറഞ്ഞു, ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. റബ്ബേ, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവളെ സ്പർശിക്കാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി. റബ്ബേ, ഞാൻ ആ ചെയ്തത് നിന്നെ പേടിച്ചുകൊണ്ട്, നിന്റെ കൂലി ആഗ്രഹിച്ച്, നീ ഒരുക്കിയ സ്വർഗം കാംക്ഷിച്ച്, നീ ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തെ ഭയപ്പെട്ടിട്ടാണെങ്കിൽ റബ്ബേ, ഈ ഗുഹാമുഖത്തടഞ്ഞ കല്ല് നീക്കി ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ കല്ലൽപ്പം നീങ്ങി. പിന്നെ 3 സംഭവങ്ങളിലേക്ക് പോണില്ല. ഒന്നതായിരുന്നു, ആ പെൺകുട്ടി പറഞ്ഞു, ഇത്തക്കില്ല, നീ അള്ളാനെ സൂക്ഷിക്കണം. ഇതിന് തവസ്സുൽ എന്നാ പറയാ. നമ്മളൊരു ഈ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുക, ഉരുൾപൊട്ടലില് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൂമി കുലുക്കത്തിൽപ്പെട്ട് കിടക്കുക, നമ്മുടെ മുകളിലേക്ക് ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു വീണിട്ടുണ്ട്, നമ്മൾ 2 കല്ലിനിടയിൽ അമർന്നു പോകാതെ കിടക്കുകയാണ്. അപ്പോ അള്ളാനോട് പറയാ, റബ്ബേ 2002-ൽ, 2005-ൽ, 2010-ൽ, റബ്ബേ 2018-ൽ, 2020-ൽ, റബ്ബേ ഞാൻ ഇന്നൊരു പ്രവൃത്തി ചെയ്തത്, റബ്ബേ നിനക്കറിയുമല്ലോ, ആര് മറന്നാലും നീ മറക്കില്ലല്ലോ. അതുകൊണ്ട് റബ്ബേ, ഞാൻ ആ ചെയ്ത പണി, ആ പ്രവൃത്തി നിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഇതാ ആരും കാണാൻ സാധ്യതയില്ലാതെ മണ്ണ് മൂടിക്കിടക്കുന്ന, എന്നാൽ ശ്വാസം കിട്ടാൻ ചില വിടവുകളുള്ള ഈ സ്ലാബിനടിയിൽ നിന്ന് പടച്ചവരെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, രക്ഷാപ്രവർത്തകന്മാരെ ഇവിടെ എത്തിക്കണേ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഹിറ്റാച്ചിയുമായി, ജെസിബിയുമായി അല്ലെങ്കിൽ കൈകളുമായി മനുഷ്യരവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ പടച്ചവൻ ഒരു വഴി ഒരുക്കി തരുന്നുവെങ്കിൽ നീ നടത്തിയ ഒരു സൽക്കർമ്മം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തവസ്സുലിന് ഉത്തരമാണത്. അതാ തവസ്സുൽ. നിങ്ങളുടെ അമലുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യാം.
നല്ല പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിനെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. പിന്നെ അള്ളാന്റെ നാമം വെച്ച് പ്രാർത്ഥിക്കാം. ഗഫൂറായ റബ്ബേ, അർ റഹീമായ റബ്ബേ, അൽ വദൂദായ റബ്ബേ, അൽ ജബ്ബാറായ റബ്ബേ, അള്ളാഹിനോട് പറയാം. ഇതിനൊന്നും ഇസ്ലാം എതിരല്ല. നിങ്ങൾ വിചാരിക്കണം മഹാന്മാരാണെന്ന് വിചാരിക്കണം പണ്ഡിതന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞോ. നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു മനുഷ്യണ്ട്, നല്ലൊരു ഉമ്മുണ്ട്, നല്ലൊരു സഹോദരനുണ്ട്, നല്ല ദീനീബോധമുള്ള ആളാ. അയാളെ കാണുമ്പോൾ പറഞ്ഞോ. അയാളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഫാമിലി അടക്കം ചെന്നിട്ട് അയാളോട് പറയും, എൻ്റെ കുട്ടിക്ക് സുഖമല്ല, നിങ്ങളൊന്ന് ദുആ ചെയ്യണം കേട്ടോ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണേ, ഒരു മെസ്സേജ് കൊടുക്ക്. ഇതിനൊന്നും ഇസ്ലാം എതിരില്ല. അവരുടെ മരണശേഷം അവരോട് തന്നെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവരോട് തന്നെ ദുആ ചെയ്യുന്നൊരവസ്ഥ, അതാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കടുത്ത പാപം. ഞാൻ അവസാനിപ്പിക്കാൻ സമയമായി തുടങ്ങി. കടുത്ത പാപാണ്. ഏതുപോലെ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുക, എൻ്റെ ഭാര്യ എന്നോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവാം, കരുതിക്കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഉണ്ടാവാം, ചെറുതു വലുതൊക്കെ മനുഷ്യരല്ലേ. ഞാൻ വാങ്ങിയ പുതിയൊരു ഷർട്ട് ചിലപ്പോൾ അവൾ ആദ്യമായി അലക്കി അയൺ ചെയ്യുമ്പോൾ കത്തിപ്പോയിട്ടുണ്ട്. എന്നോട് ചെയ്ത അക്രമല്ല, പിന്നെ ആ കത്തിപ്പോയതിൽ അവൾക്ക് സങ്കടമുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പുറത്തേക്കൊഴിച്ച വെള്ളം അത് നടന്നു വരുന്നുണ്ടെന്നറിയാതെ നമ്മുടെ മുഖത്തേക്കായെന്ന് വരാം, കരുതിക്കുട്ടിയല്ല, ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ക്ഷമിച്ചേക്കാം, അല്ലേ? ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ബെഡ്റൂമിൽ അവളുടെ കൂടെ മറ്റൊരു പുരുഷനെ കണ്ടാൽ അത് സാരല്ല, പിന്നെ ഞാൻ മന്ദബുദ്ധിയാണ്, അതൊന്നും സാരല്ല, പിന്നെ എന്നെ ഒന്നിനും പറ്റില്ല എന്നതുപോലെയാണ് ലോകത്തിന്റെ രക്ഷിതാവ് പറഞ്ഞത്, നിങ്ങളുടെ കിഡ്നി തന്നവനാണ് ഞാൻ. ഒരു ദിവസം 16 ബക്കറ്റ് രക്തമാണ് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ബക്കറ്റില്ലേ, 16 ബക്കറ്റ്, 160-170 ലിറ്റർ രക്തമാണ് മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള കിഡ്നി അരിച്ചെടുക്കുന്നത് ഒരു ദിവസം. ഈ തലയോട്ടി ഇങ്ങോട്ട് തുറന്നാൽ ഇത്ര വലിപ്പമുള്ള ഒരു തലച്ചോറ് കിട്ടും. നമ്മുടെ ഫോണിലുള്ള മെമ്മറി കാർഡില്ലേ, മെമ്മറി ചിപ്പില്ലേ, ചെറിയ 2 നൂല, അതിൻ്റെ ആ കവറിങ്ങും കോട്ടിങ്ങും ഒക്കെ കളഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ളൂ, ഇങ്ങനെ, അതാണ് മെമ്മറി ചിപ്പ്. അതിൻ്റെ ബാക്കി അതിൻ്റെ ഫ്രെയിമാണ്. ആ 2 നൂലാണ് ആ മെമ്മറി ചിപ്പ്. എന്നാൽ ഈ തലയൊട്ടിക്കുള്ളിൽ കിടക്കുന്ന ഞരമ്പ് ചുരുട്ടി വെച്ച തലച്ചോറാണ് നമ്മുടെ മെമ്മറി ചിപ്പ്. മെമ്മറി കാർഡിലെ ആ നൂലിൻ്റെ വലിപ്പം എത്രയാണ്? ഇങ്ങനെ പിടിച്ചാൽ കാണൂല പുറത്തേക്ക്, ഇങ്ങനെ 2 വിരലിങ്ങനെ പിടിച്ചാൽ പിന്നെ പുറത്തേക്ക് കാണൂല, അത്ര ചെറുതാ. ഈ തലയോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞരമ്പ് ചുരുട്ടി വെച്ച തലച്ചോറിൻ്റെ നീളം 496 കിലോമീറ്ററാണ്. 496 കിലോമീറ്റർ. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 50-60 കിലോമീറ്റർ ഉണ്ടാവും. ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറ് ചുരുട്ടി വെച്ച ഞരമ്പ് മാത്രം നിവർത്തിയാൽ 496 കിലോമീറ്ററാ. തല മുതൽ കാല് വരെ നീണ്ടു കിടക്കുന്ന ഞരമ്പ്, രക്തമോടാൻ പടച്ചവൻ വെച്ച ഞരമ്പ് നിവർത്തിയാൽ ഈ ഭൂമിയെ, മലപ്പുറത്തെ അല്ല, കേരളത്തെ അല്ല, ഇന്ത്യയല്ല, ഭൂമിയെ, ആഫ്രിക്കൻ രാജ്യമടങ്ങുന്ന, യൂറോപ്യൻ രാജ്യങ്ങളടങ്ങുന്ന, ഏഷ്യൻ രാജ്യങ്ങളടങ്ങുന്ന, ഇന്ത്യയും ചൈനയും ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ അടങ്ങുന്ന, അറേബ്യൻ രാജ്യങ്ങളടങ്ങുന്ന, ഏഷ്യൻ രാജ്യങ്ങളെല്ലാം അടങ്ങുന്ന, ആഫ്രിക്കൻ രാജ്യങ്ങളടങ്ങുന്ന, യൂറോപ്യൻ രാജ്യങ്ങളടങ്ങുന്ന, കടലും കരയും അടങ്ങുന്ന ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള വലിപ്പം ഒരൊറ്റ മനുഷ്യ ശരീരത്തിലെ രക്തക്കൊയലുകൾക്ക് നീളമുണ്ട്. ഭൂമിയെ 2 തവണ ചുറ്റാൻ. ഇപ്പൊ സെർച്ച് ചെയ്തോളി, സംശയമുള്ളോളി ഗൂഗിളില്. ഭൂമിയെ 2 തവണ ചുറ്റാൻ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾക്ക് നീളമുണ്ട്. 3 ദിവസം കൂടുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണല്ലേ, ഇവിടെ ഇങ്ങനെ ചുമരിന്റെ സൈഡിൽ ഒരു മിക്സി വെച്ചിട്ട് വർക്ക് ചെയ്തു, ചുമരിലേക്ക് ഇങ്ങനെ തെറിക്കും. എത്ര അടച്ചു പിടിച്ചാലും എപ്പോഴെങ്കിലും ഒക്കെ തെറിക്കും. ചുമര് തുടക്കും, അല്ലെങ്കിൽ നമ്മൾ ടൈൽസ് ഇടും, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും ഒട്ടിച്ചു വെക്കും, ഒക്കെ ചെയ്യും. അതേപോലെ നമ്മളെ കഴിച്ച വെജ് ആൻഡ് നോൺ വെജ് എല്ലാം 8 മണിക്കൂർ കൊണ്ട് അരച്ച് പൊടിച്ച് വേർതിരിക്കും നമ്മുടെ ആമാശയം. അപ്പോൾ ആമാശയത്തിന്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തെറിക്കും. ചിലപ്പോൾ ഓട്ടയാകും. ഓട്ടയാവാതിരിക്കാൻ അല്ലാഹു തആല ആമാശയത്തിനുള്ളിൽ ബ്ലാഡർ കൊടുത്തിട്ടുണ്ട്, ഒരു പാട, ബലൂണ് പോലെ. അത് 3 ദിവസം കൂടുമ്പോൾ ആ ബലൂണ്, ആ ബ്ലാഡർ, ആ പാട പടച്ചോൻ ചുരുട്ടി കരിച്ചിട്ട് പുതിയത് കൊടുക്കും. എല്ലാ 3 ദിവസം കൂടുമ്പോഴും നമ്മുടെ ആമാശയത്തിൻ്റെ ഉള്ളിലെ പാട അള്ളാഹു മാറ്റും. നമ്മൾ എവിടെ ഹോസ്പിറ്റലിൽ കിടക്കണില്ല, അനസ്തേഷ്യ വേണ്ട, നമ്മൾ അറിയണ പോലുമില്ല. എല്ലാ 3 ദിവസം കൂടുമ്പോഴും നമ്മളതൊക്കെ മാറും. ഇത് തന്ന റബ്ബ പറയണത്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മാത്രം ദുആ ചെയ്യണം കേട്ടോ, ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം. നെകളിപ്പ് കാട്ടാനല്ല ജീവിതം. ആളെത്തിയില്ലേ? നെകളിപ്പ് കാട്ടാനല്ല ജീവിതം, അഹങ്കാരം കാണിക്കാനല്ല ജീവിതം, ഹുങ്ക് കാണിക്കാനല്ല. ഈ നാവ് തന്നത് പരദൂഷണ ഏഷണിയും പറഞ്ഞ് നടക്കാനല്ല കേട്ടോ. തൻ്റെ സൗന്ദര്യത്തെ കടികക്കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കൊത്തിവലിക്കാൻ കൊടുക്കാനുള്ളതല്ല. വല്യമ്മ 2 തട്ടം
പിന്നെ അതിൻ്റെ 45-കാരിയായ മോള് സാരിയും ചിട്ടി ഇടയ്ക്കൊക്കെ തലയിൽ ഇങ്ങനെ അതിൻ്റെ ആ തലപ്പ് ഇങ്ങനെ വെക്കുന്ന ഒരു മോള്, അതിൻ്റെ മോള് ഓപ്പൺ ചുരിദാറൊക്കെ ഇട്ട് ടൈറ്റ് ഫിറ്റ് വസ്ത്രമൊക്കെ ഇട്ടിട്ട് വല്യമ്മ മൂടി പുതച്ച് മുന്നിൽ. നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ആകെ മൂടി പുതച്ചിട്ടുണ്ട്. പിന്നെ വലിയ പ്രായമാവാത്ത എൻ്റെ മോളുണ്ട് 45-കാരി, സാരിയൊക്കെ ചുറ്റി ബാക്കിൽ. പിന്നെ +2 പഠിക്കണ ഏറ്റവും ചെറിയ മോളുണ്ട്, ഓപ്പൺ ചുരിദാറും ടൈറ്റ് ഫിറ്റൊക്കെ ഇട്ട് ബാക്കിൽ. ഓളെ നോക്കിക്കൊള്ളിന്ന ഈ മെസ്സേജ്. വല്യമാനെ തട്ടഞ്ഞ് കുറച്ചാണ് വീണുപോയി, സാരല്ല. ആരാ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടേണ്ടത്? യുവതിയാണ്. തല കുത്തനെയാണ് നമ്മൾ നടക്കണത്. അതുകൊണ്ട് സൂക്ഷ്മത നടത്തുക ജീവിതത്തിൽ എല്ലാ ഭാഗത്തും. കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ. സ്വർഗ്ഗത്തിന്റെ വാസന പോലും കിട്ടൂലാന്നാ, അടിച്ചു വീശുന്നത്. ആ സ്വർഗത്തിന്റെ സുഗന്ധം അതുപോലും അനുഭവിക്കൂല. നടത്തത്തിൽ ഇങ്ങനെ ചെരിവുണ്ടാക്കിയവർ, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ചെരിഞ്ഞും ചാഞ്ഞും നടക്കുന്നവർ കേട്ടോ, തലയാട്ടി നടക്കുന്നവർ, സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്നവർ. അതുകൊണ്ട് സൂക്ഷ്മത വരുത്തണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ അടുത്ത പ്രഭാഷകൻ ഹാരിസ് കായക്കൊടി അദ്ദേഹത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുടുംബം എങ്ങനെ സംതൃപ്ത കുടുംബമാക്കി മാറ്റാം എന്നതിലേക്കുള്ള സംസാരമാണ് ഇനി നടക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ആ ക്ലാസ്സിനെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രോഫ്കോൺ എല്ലാവർക്കും അറിയാം, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ആ സമ്മേളനം പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദൂരമാണ് എന്ന നിലയ്ക്ക് നമ്മൾ മാറി നിൽക്കാതെ നമ്മുടെ മക്കളെ അവിടേക്ക് എത്തിക്കാൻ, അതിൻ്റെ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.